പാമ്പിനെയും കണ്ട് പേടിച്ചിട്ട് വരുന്ന വരവാണ്. ഇതെന്താ ഓടാട്ടത്തേന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ഓറ പോകും. അതുകൊണ്ട് നമ്മൾ സ്ലോമോയിൽ തന്നെ വേണം വരാൻ. ഇതിനപ്പുറം ചാടി കടന്നവനാണ്. വരുന്ന വഴിക്ക് എൻ്റെ ബെസ്റ്റിനെ കണ്ടു. എൻ്റെ അമ്മ ഇപ്പോഴും വിളിച്ച് കളിയാക്കും. എന്നെയല്ല വാടേനെയാണ് കളിയാക്കാറ്. ഞാൻ അവിടെ നിന്ന് വേഗം പോകുന്നു. കുറച്ചുകൂടി നേരം എന്തായിരുന്നെ കൊതുക് എന്നെയും കൊണ്ട് പറഞ്ഞേനെ. അത്രയ്ക്ക് കൊതുകായിരുന്നു. നന്നായിട്ട് എനിക്ക് നട്ട് കൊതുകടി കിട്ടി. പോരാതെ എൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്. എന്തെങ്കിലുമൊക്കെ ഇല കൊണ്ടാലും ഞാൻ പെട്ടെന്ന് എൻ്റെ കൈയൊക്കെ ചൊറിയും. പിന്നെ ഒരു സൺകീസൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ പതിയെ നടന്നു. വരുന്ന വഴിക്കാണ് ഈ കൂവപ്പൂ കണ്ടത്. എനിക്കാണെങ്കിൽ കൂവപ്പൂ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ അവിടെ കൂവയെന്നൊക്കെയാണ് പറയാറ്. അതൊക്കെ പറിക്കണം തോന്നി. ആദ്യം ഒരു മടിയൊക്കെ ആയിരുന്നു, കാരണം ഇനി ചൊറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വയ്യ ചൊറിയാൻ. പിന്നെ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. ഞാൻ പോയി കൂവപ്പൂ പറിച്ചു. ഈ പൂവിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതുപോലെ ഒരു നീണ്ടു നിൽക്കുന്ന സാധനം കണ്ടില്ലേ, ഇത് ഞങ്ങൾ പണ്ടാണെങ്കിൽ ഇങ്ങനെ വലിച്ചു ഉരുട്ട് അതിൽ ഊതുമ്പോൾ ഈ പിപ്പിയുടെ ഒക്കെ സൗണ്ട് കേൾപ്പിക്കുമായിരുന്നു. ആമ്പൽപ്പൂവും താമരപ്പൂവും ഒക്കെ പിടിക്കുന്ന ലാഘവത്തോടെയാണ് ഞാൻ പിടിക്കുന്നത്. ഒരുപാട് മേത്തോട്ടങ്ങ് അടുപ്പിക്കാൻ പോയില്ല, കാരണം ചൊറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോലത്തിലൊന്നും ആയിരിക്കില്ല ഞാൻ നിൽക്കുന്നത്. പ്രഹസനമൊക്കെ നടത്തി പതിയെ വീട്ടിലോട്ട് പോകും. മൾബറി മരം കാണിച്ചു തരാമെന്ന് ഓർത്തു. ഇതാണ് മൾബറി മരം. പിന്നെ ഈ നിൽക്കുന്ന കണ്ടില്ലേ, ഈ പ്ലാവ് നിറയെ ചക്കയാണ്. കുഞ്ഞു മരത്തിൽ ഒരുപാട് ചക്ക, പക്ഷെ കാര്യമൊന്നുമില്ല. അല്ല ചക്ക ഒരു ചക്ക പോലും അതിൽ കൊള്ളാവുന്നില്ല. എല്ലാം മുഴുവൻ ഫുൾ കേടാണ്. ഇത്രയൊക്കെയാണ് എൻ്റെ പറമ്പിലുള്ളത്. ഞാൻ പോകുന്നു. ബൈ.